നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് NDA യോഗം തീരുമാനിച്ചു. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് രാഷ്ട്രപതിക്ക് കത്ത് കൈമാറും. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്ന് ചേർന്ന മുന്നണി യോഗത്തിൽ ലോക്സഭയിൽ പ്രാതിനിധ്യം ലഭിച്ച കക്ഷികളുടെ നേതാക്കൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തു. 7-ന് NDAയുടെ മുഴുവൻ എംപിമാരുടെ യോഗം പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ചേരും. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ 8-ന് നടക്കും എന്നാണ് സൂചന. ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന NDA യോഗത്തിൽ TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും JDU നേതാവ് നിതീഷ് കുമാറും അടക്കം 15 പാർട്ടികളിൽ നിന്നായി 21 നേതാക്കൾ പങ്കെടുത്തു. നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണക്കത്തും ഈ യോഗത്തിൽ കൈമാറി. വിവിധ ചെറുകക്ഷികളിൽ നിന്നടക്കം 305 എംപിമാരുടെ പിന്തുണ NDAയ്ക്കുണ്ടെന്നാണ് BJP നേതാക്കൾ അറിയിച്ചത്. സ്വതന്ത്രരായി വിജയിച്ച 7-ലധികം എംപിമാരും പ്രധാനമന്ത്രിക്ക് പിന്തുണ അറിയിച്ചു. ശക്തമായ നേതൃത്വത്തിന് നൽകിയ അംഗീകാരമാണ് 6 പതിറ്റാണ്ടിന് ശേഷം രാജ്യം നരേന്ദ്രമോദിക്ക് നൽകിയതെന്ന് NDAയുടെ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഭാരതത്തിന്റെ പാരമ്പര്യത്തെ സംരക്ഷിച്ചുകൊണ്ട് ജനക്ഷേമവും വികസനവും മുൻനിർത്തി തുടർന്നും NDA സർക്കാർ ഭരിക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ സൂചിപ്പിച്ചു. അതേസമയം വെള്ളിയാഴ്ച BJPയുടേതടക്കം NDAയുടെ മുഴുവൻ എംപിമാരുടെയും യോഗം പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ നരേന്ദ്രമോദിയെ സഭാ നേതാവായി തെരഞ്ഞെടുക്കും. തുടർന്ന് എംപിമാരുടെ പിന്തുണക്കത്ത് നരേന്ദ്രമോദി രാഷ്ട്രപതിക്ക് കൈമാറുന്നതോടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേദിയൊരുങ്ങും. ജനം, ഡൽഹി.